അതായത് 20 വർഷക്കാലം ഞാൻ ഗൾഫിൻ്റെ പല മേഖലകളിൽ ഞാൻ ജോലി ചെയ്തു. അവിടെ ആയിരുന്ന സമയത്തൊക്കെയും ജോലിയിൽ ഞാൻ കൂടുതൽ അതിൽ മുൻതൂക്കം കൊടുക്കുവാൻ, എന്നാൽ അതിനു മുമ്പേ ദൈവം എന്നോട്, ഞാൻ ഗൾഫിൽ കടന്നു പോകുന്നതിന് മുമ്പേ കർത്താവ് എന്നോട് വ്യക്തമായി സംസാരിച്ച ദിനങ്ങളുണ്ട്. ദൈവത്തെ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ അനേക സ്ഥലങ്ങളിൽ എൻ്റെ കൂടെ അതേ ഏജിലുള്ള ദൈവദാസന്മാർ, ഇപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷനായിരിക്കുന്ന അനവധി കർത്തൃകൃത്യന്മാരുണ്ട്. അവരോട് കൂടെയൊക്കെ പോയി കർത്താവിൻ്റെ വചനം പറയുവാൻ അവരെന്നെ വിളിക്കും, ഞാൻ കടന്നു പോകും. അങ്ങനെ പല ദേശങ്ങളിൽ കടന്നു പോകാനൊക്കെ കർത്താവ് ഇടയാക്കി. എന്നാൽ അതിനുശേഷം ഞാൻ ഇന്ത്യയിൽ ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ ഗൾഫിൽ ഏകദേശം 20 വർഷം ഞാൻ ജോലി ചെയ്ത് അവിടെ ആയിരുന്നപ്പോഴൊക്കെ എന്നാൽ എൻ്റെ ഉള്ളിൽ ഒരു ആത്മഭാരം കിടപ്പുണ്ട്. എൻ്റെ കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുക, എനിക്ക് കർത്താവിനെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കാൻ വലിയ ആഗ്രഹമാണ് അന്നൊക്കെ. എന്നാൽ ആ ആഗ്രഹത്തെ ഒക്കെ കർത്താവ് എനിക്ക് ഇപ്പോൾ സാധിപ്പിച്ചു. ഞാൻ ദൈവത്തിൽ വന്നാൽ ഞാൻ അവിടെ ജോലിയിലൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ ഓവർ ടൈമുകളൊക്കെ ഉണ്ട്. എന്നാൽ ആ ഓവർ ടൈം ചെയ്യാതെ ഞാൻ പല ഒഴിവുതിരിവുകളൊക്കെ പറഞ്ഞ് എൻ്റെ മാനേജരോടൊക്കെ ഞാൻ പറയാറുണ്ട്, എനിക്ക് ഇന്നടത്ത് പോകണം, പ്രാർത്ഥനയ്ക്ക് പോകണമെന്നൊക്കെ. എന്നാൽ ഇപ്പോൾ അസാധ്യമാണ്. കാരണം ഞാനൊരു ഹോട്ടൽ ഫീൽഡ് വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് ഒരു ഹോട്ടൽ ഫീൽഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ളതായ ഒരു എൻ്റെ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് തന്നെ ഫുഡ് ആൻഡ് ബെവറേജ് ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു ജോലി, അതായത് ഓവർ ടൈം, അതായത് ജോലി കൂടുതലുള്ള സമയങ്ങളാണ്. അതായത് ഒരു ഷെയ്ക്കിൻ്റെ അവിടുത്തെ കെങ്ങിൻ്റെ ഹോട്ടലാണത്. പ്രത്യേകിച്ച് GCC മറ്റു മീറ്റിങ്ങുകളൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ല. കാരണം 24 hours വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ വ്യക്തിയാണ്. അപ്പം ആ സന്ദർഭത്തിലൊക്കെ കർത്താവ് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം. പ്രധാനപ്പെട്ട ചില കൺവെൻഷനുകൾ, കർത്താവ് ദേവദാസന്മാരുടെ ചില മെസ്സേജുകളൊക്കെ കേൾക്കാൻ എനിക്ക് വലിയ കൊതിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന ചിലപ്പോൾ കരഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ ഞാൻ വേറെ മറ്റു കാരണങ്ങളൊക്കെ പറഞ്ഞ് എനിക്കൊന്നും സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് ജോലിയിൽ നിന്ന് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ പോയിട്ടുണ്ട്. എന്നാൽ അത് കൊതി കൊണ്ട്, ആഗ്രഹം കൊണ്ട് പോകുന്നതാണ്. പലപ്പോഴും സൺഡേ ആരാധനയ്ക്കൊന്നും നമുക്ക് പോകാൻ കഴിയാത്ത സന്ദർഭങ്ങളുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അവിടെ ആയിരിക്കുമ്പോഴൊക്കെ ദൈവത്തെ എന്നെ സ്നേഹിച്ച ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെ ഞാൻ കൂടുതലായി അറിയുവാൻ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വന്നതിന് ശേഷവും ഞാൻ ഭൗതികമായ ജോലികളൊക്കെ കടന്നു പോയെങ്കിലും എനിക്ക് അതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും, ഒരു സംതൃപ്തിയില്ല. എന്നാൽ എൻ്റെ കർത്താവിനെ സ്നേഹിക്കണം, എൻ്റെ യേശുവിനെ കുറിച്ച് 2 വാക്ക് പറയണമെന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹം ഇപ്പോഴും. ഹല്ലേലൂയ. കർത്താവ് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം സമയം കിട്ടിയിട്ടും കഴിയാത്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കർത്താവിനോട് ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുറവുകളെയൊക്കെ നികത്തിയിട്ട് കർത്താവിനെ ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. കർത്താവിനെ ആഴമേറി സ്നേഹിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വളരെ കർത്താവിനോട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രിയദൈവമക്കളെ, കർത്താവിന്റെ അഭിഷേകത്തിനും അഭിഷേകത്തിലൂടെ നിന്ന് ദൈവത്തിന്റെ വചനം സംസാരിച്ചപ്പോൾ എന്നെ കാണുന്നുണ്ട് അത്രമാത്രം ഹല്ലേലൂയ യേശുവിന്റെ സ്നേഹം. ഹല്ലേലൂയ. എന്നാൽ അവർക്കൊക്കെ പല ജോലികൾ, അവരുടെ ഭൗതികമായ പല വിഷയങ്ങളിലോ ഒക്കെ കടന്നു പോകാം. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, എന്നാൽ അതൊക്കെ മാറ്റിവെച്ചിട്ട് യേശുവിനെ കുറിച്ച്, സത്യവചനത്തെ കുറിച്ച് പറയുവാൻ, ആ യേശുവിന്റെ സ്നേഹത്തെ ഒന്ന് കാണുവാൻ ഞാനിപ്പോ ഈ ദിവസങ്ങളിൽ മുൻതൂക്കം കൊടുക്കുന്നു. നമ്മൾ കർത്താവിന്റെ ആത്മശക്തി നമ്മൾ പ്രാപിക്കുന്നവരാണ്. എന്നാൽ ആ ആത്മശക്തി നമ്മൾ പ്രാപിക്കുക, അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. എന്നാൽ എന്റെ കർത്താവിനോട് അടുത്ത് ഒന്നുകൂടെ ഇറങ്ങി ചെല്ലുവാൻ, ആ യേശുവിന്റെ സ്നേഹം ഒന്ന് പിടിച്ചു പറ്റുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്തോത്രം, ആ ആഗ്രഹത്തിന്മേൽ ഹല്ലേലൂയ ഇന്ന് നമ്മൾ കേട്ടതുപോലെ അവൻ ഒരുപക്ഷെ നമ്മൾ മാനുഷിക ചിന്ത കൊണ്ട് നമ്മൾ മറന്നു, എന്നാൽ മറക്കാതെ നമ്മളെ തേടിയെത്തുന്ന കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് ദാസന്റെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നമ്മുടെ കർത്താവ് മറവിയുള്ള മനുഷ്യനാണ്. അത് മറന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ കർത്താവ് മരണവും ജനനവും ഒക്കെ കർത്താവ് തരുന്നതാണ്. ഹല്ലേലൂയ. ജനിക്കുന്ന മനുഷ്യൻ മരിക്കണം, എന്നാൽ മരണത്തിന് അപ്പുറമായിട്ടുള്ളൊരു പ്രത്യാശ
ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. പലപ്പോഴും മാനുഷിക ചിന്തയിൽ മനുഷ്യനത് അറിയാതെ പോകും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, അതാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, മരണം അല്ലെ രണ്ട് വഴികളിൽ കൂടി മനുഷ്യൻ സഞ്ചരിക്കണം. നമ്മളത് ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഏത് വഴിയാണ് ഹല്ലേലൂയ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മളെ ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്നു. ആ വഴിയിൽ കൂടി ദിവസങ്ങൾ നമ്മൾ മുമ്പോട്ട് കടന്നു പോകാം. കർത്താവ് നമുക്ക് തിരഞ്ഞെടുത്ത് തന്ന വഴി തികവുള്ള വഴിയാണ്. സ്തോത്രം. പ്രവാചകനായ യഹൂ പറയുന്നു, ആ യഹോവയുടെ വഴി തികവുള്ള വഴിയാണ്. അത് ചുഴലിക്കാറ്റ് വന്നാലും അത് കൊടുങ്കാറ്റ് വന്നാലും ഹല്ലേലൂയ അതിന്മേൽ പരിവർത്തിക്കുന്ന ദൈവത്തിന്റെ ഒരു വലിയ ഹല്ലേലൂയ കരം, ആ സ്പർശനം പലപ്പോഴും നമ്മളെ മാനുഷിക നമ്മുടെ മനസ്സിനകത്ത് തട്ടിയിട്ട് പലപ്പോഴും പ്രിയ ദൈവമക്കളെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ പല സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ ആ അസാധ്യമെന്ന് കരുതുന്ന പല സന്ദർഭങ്ങളിൽ നമ്മുടെ മാതാവില്ല, പിതാവില്ല, നമ്മുടെ സഹോദരങ്ങളില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഇല്ല. എന്നാൽ ആ സമയത്തൊക്കെയും അടുത്ത് കടന്നു വരുന്ന ഹല്ലേലൂയ ഒരു പിതാവ് നമ്മുടെ സ്വർഗത്തിലെ പിതാവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതിനാണ് ആ യേശുവിനെ ഒന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ കർത്താവിനെ ഹല്ലേലൂയ ആ സ്നേഹത്തെ നമുക്ക് പ്രദർശിപ്പിക്കുവാൻ കഴിയും. അത് മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന ഈ സ്നേഹം മറ്റുള്ള വ്യക്തികൾക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയും. ദൈവങ്ങളെ ഹല്ലേലൂയ ആ യേശുവിന്റെ ഒരു പൈതലായിരിക്കുന്നതാണ് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കണം. മാത്രമല്ല ആ ഫലം നിലനിൽക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തിക്ക് പിതാവ് കൂടെയുണ്ട്. പലപ്പോഴും നമ്മുടെ മാനുഷിക ചിന്ത വെച്ച് നമ്മുടെ മനുഷ്യരാണ് നമ്മുടെ ജഡത്തിൽ അല്ലെങ്കിൽ ഈ ലോകം ഈ ഭൂമി ആയിരിക്കുമ്പോൾ സാത്താൻ അതീതത്തിലാണ്. എന്നാൽ പലപ്പോഴും നമ്മളെ ആക്രമിക്കുവാൻ പല തന്ത്രങ്ങൾ പിശാച് ഒരുക്കുന്നു. എന്നാൽ പിശാചിന് നമ്മൾ ഇടം കൊടുക്കണം. ഹല്ലേലൂയ. അതിനെ കർത്താവ് പറയുന്നു, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം, ഹല്ലേലൂയ, ആ യേശുവിന്റെ സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അഭിഷേകത്തിൽ പറഞ്ഞതുപോലെ സ്തോത്രം, ഹല്ലേലൂയ, മറ്റുള്ളവരെ കൂടെ കർത്താവിനെ നമുക്ക് സ്നേഹിപ്പാൻ, കർത്താവിനെ ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ, ഇതാണ് എൻ്റെ കർത്താവ്, ഇതാണ് എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അവരും ഈ ദിവസങ്ങളിൽ നമ്മോടൊപ്പം കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഇനി അപ്പോസ്തല പ്രവർത്തികളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ ഒരു വ്യക്തിയെ കാണാം, ഫിലിപ്പോസ്. ഫിലിപ്പോസ് ശബരിയിൽ എത്തിയപ്പോൾ, ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ, അവൻ ചെയ്ത അടയാളങ്ങളും അത്ഭുത പ്രവർത്തികളും കണ്ടപ്പോൾ ആരാ? പുരുഷാരം ഒരേ സ്വരത്തോടെ, അല്ലെങ്കിൽ ഏക സ്വരത്തോടും ഏക മനസ്സോടും കൂടെ അവരെ കൈക്കൊണ്ടു, റിസീവ് ചെയ്തു. അവിടെ ചെയ്തപ്പോൾ അവിടെ ഒരു വലിയ ദൈവപ്രവർത്തി നടന്നു. അവിടെ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു വാക്കുണ്ട്, പട്ടണം സന്തോഷിക്കുവാനിടയാണ്. ഞാൻ ആലോചിച്ചു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കർത്താവിന്റെ അഭിഷക്തൻ ഇവിടെ ഇന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ, പറയുമ്പോൾ, അത് നമ്മൾ പഠിക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അത് ആ ടീച്ചിങ് നമുക്ക് എങ്ങനെയൊക്കെ ഒരു കുട്ടിക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിൽ ഹല്ലേലൂയ അത് മനസ്സിലാക്കി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അതെത്തുമ്പോൾ ഒരു നിറഞ്ഞു തുടുപ്പുന്ന ഒരു പാത്രമായി മനുഷ്യന് ഹല്ലേലൂയ മനോവ്യസനത്താൽ ഇരിക്കുന്ന കടന്നു വന്ന ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ അത് അനുഗ്രഹം പ്രാപിച്ച് സ്വാതന്ത്ര്യം പ്രാപിച്ച് കടന്നു പോകുവാൻ കഴിയും. അതാണ് യേശുവിന്റെ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വചനം കേട്ടപ്പോൾ അവര് ഒരേ സ്വരത്തോടെ അവരെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ പട്ടണം സന്തോഷിച്ചതാണ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവങ്ങളെ, ദൈവത്തിന്റെ അഭിഷക്തൻ ഇന്നിവിടെ പ്രസംഗിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഇത് കേൾക്കുവാൻ താല്പര്യപ്പെടുന്ന അനേക വ്യക്തി ജീവിതങ്ങൾ ഈ ദേശത്തുണ്ട്. ഈ ചാലക്കുടിയുടെ പ്രദേശത്തിൽ പട്ടണം സന്തോഷിക്കുവാൻ കാരണം ഹല്ലേലൂയ ദൈവഭക്തന്മാരുടെ പ്രാർത്ഥനയും അവരുടെ വചനവുമാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ മാത്രമല്ല, നമ്മൾ കടന്നു വന്നിരിക്കുന്ന നമ്മൾ ഹല്ലേലൂയ കൈകോർത്ത് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ പട്ടണം സന്തോഷിക്കുവാൻ പോകുകയാണ്. ആ യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ പോകുകയാണ്. അങ്ങനെ കർത്താവ് എന്നെ സ്തോത്രം ഇത്രത്തോളം ഇവിടെ കൊണ്ടുവന്ന സ്തോത്രം ഹല്ലേലൂയ. കഴിഞ്ഞ 2020 അതായത് 2019 ലാസ്റ്റില് ഞാൻ ഗൾഫിൽ നിന്ന്
ഇന്ത്യയിലേക്ക് കടന്നു വരുവാൻ, ഭവനത്തിലായിരിക്കാൻ, അങ്ങനെ ഇവിടെ വന്ന് 2 വർഷം നമ്മൾ ഭൗതികമായ ചില ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോയെങ്കിലും കർത്താവിനെ അതിനെ അനുവദിച്ചില്ല. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം 2021 ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഹല്ലേലൂയ അനേക ഭവനങ്ങളിൽ ഒക്കെ പോയി പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് ഞങ്ങൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പലപ്പോഴും മടി, അതായത് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ പലപ്പോഴും പല തടസ്സങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും അവിടെയൊക്കെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ കണ്ണുനീർ കാണുമ്പോൾ മനസ്സരിയുന്ന നമ്മുടെ പിതാവ്. അങ്ങനെ ഞാൻ മുമ്പോട്ട് ഹല്ലേലൂയ സ്തോത്രം കടന്നു പോകുമ്പോഴാണ് കർത്താവിദാസന്റെ ഹല്ലേലൂയ ഞങ്ങളുടെ സാർ ജോർജ് മാത്യു സാർ, അദ്ദേഹം തൊട്ടടുത്ത ഭവനത്തിലാണ് താമസിക്കുന്നത്. സ്തോത്രം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ആരാധന കഴിഞ്ഞു വന്ന വ്യക്തികളാണ്. അങ്ങനെ കർത്താവിന്റെ ദാസൻ കൊടുത്ത ആ കാഴ്ചപ്പാടില് ഞങ്ങൾക്ക് ഒരുമിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഹല്ലേലൂയ തയ്യാറായി. സ്തോത്രം. ഞാനും എനിക്കും വളരെയധികം സന്തോഷമാണ്. ഞാൻ അതിന്റെ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും ഞാനൊരു തീരുമാനമെടുത്ത് അങ്ങനെ ഞങ്ങൾ തമിഴ്നാടിന്റെ ചില പ്രദേശങ്ങളിലും വടക്കേന്ത്യയിലും ഒക്കെ പ്രവർത്തിക്കുവാനായി സ്തോത്രം കർത്താവിനെ വടക്കേന്ത്യയുടെ ചില സ്റ്റേറ്റുകളൊക്കെ പോകുവാൻ കർത്താവിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ റിക്വസ്റ്റ് പറയുന്നത് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയെ ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുകയാണ്. സ്തോത്രം. പ്രത്യേകിച്ച് നിങ്ങളുടെ അഭിഷേകത്തിന്റെ അനുഗ്രഹ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. സാറിനെ ഞാൻ പേരുകൊണ്ട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് ഇന്നാണ് കാണുന്നത് നേരിട്ട്. ദാസിയോടും ഞാൻ അതിന് നന്ദി പറയുന്നു. സ്തോത്രം. ഈ പ്രദേശത്ത് ഇങ്ങനെ ഹല്ലേലൂയ ഒരു വലിയ കൂടിവരവ് തന്റെ മക്കൾക്ക് ദൈവം അവിടുന്ന് കാണിച്ചു കൊടുത്തതിൽ ഞാൻ കർത്താവിനെ അതിയായി സന്തോഷിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ പ്രാർത്ഥനയും ദൈവത്തിന്റെ വചനവുമായുള്ള ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ബന്ധം ഈ ദിവസങ്ങളിൽ മറ്റ് ഈ ദേശങ്ങളിൽ ഹല്ലേലൂയ ഇവിടെ മാത്രമല്ല സ്തോത്രം. ഞാൻ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുന്ന കർത്താവ് ദൈവം കർത്താവ് പറയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ എന്റെ മക്കൾ ഹല്ലേലൂയ ചെയ്യുന്നതായ എല്ലാ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എല്ലാ ദേശങ്ങളിലും കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ ദൈവം തന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ദൈവങ്ങളെ, എന്നെ സന്തോഷിപ്പിച്ച ഒരു ഹല്ലേലൂയ സ്തോത്രം ദൈവവചന ഒരു ചിന്ത സ്തോത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. എൻ്റെ മുമ്പിൽ വളരെ ചെറിയ നിമിഷങ്ങളേ ഉള്ളൂ. പ്രൈസ് നമുക്ക് സ്തോത്രം മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം നമ്മളവിടെ വായിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ചില 2-ാം അധ്യായത്തിന്റെ ചില പ്രാരംഭ വാക്ക് സ്തോത്രം ഹല്ലേലൂയ വാക്യങ്ങൾ ഹല്ലേലൂയ ഇപ്രകാരം അവിടെ എഴുതിയിരിക്കുന്നു. വായിക്കാം. ഉടനെ വാതിൽക്ക് പോലും ഇടമില്ലാതെ പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുത്തിൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവരോട് സമീപിച്ചുകൂടായാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ചു തുറന്നു. പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. നമുക്ക് സുപരിചിതമായ കർത്താവിന്റെ ഒരു വചനമാണ് അത്. സ്തോത്രം. കർത്താവിന്റെ അഭിഷേകന്മാരൊക്കെ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഹല്ലേലൂയ തിരുവചനം എത്ര പ്രസംഗിച്ചാലും ഹല്ലേലൂയ സ്തോത്രം അത് എത്ര ആഴത്തിലേക്ക് പോകുന്നതോറും നമുക്ക് അത് മതിവരികയില്ല. നമ്മുടെ ഹല്ലേലൂയ അത്രമാത്രം ഇങ്ങനെ കിടക്കുകയാണ്. അത് ലോകത്തിലെ ഒരൊറ്റ പുസ്തകം, അതായത് മാത്രം കർത്താവിന്റെ വചനം മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. 4 ആൾ ചേർന്നുകൊണ്ട് ഒരു പക്ഷപാതക്കാരനെ സ്തോത്രം കിടക്കയോടെ കൊണ്ടുവരുന്നത്. ഈ ദേശം എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ ഞാൻ അതിനകത്ത് വലിയ പാണ്ഡിത്യമുള്ളതാണല്ല, എന്നെ ചിന്തിപ്പിച്ച ഒരു വേദവചനമാണത്. സ്തോത്രം. ഈ കവർന്നഹൂം എന്ന് പറയുന്ന സ്ഥലം കർത്താവിന്റെ ഹല്ലേലൂയ കർത്താവിന്റെ യാത്രയിൽ കൂടെ കടന്നു വരുന്നതായ ഒരു സ്ഥലമാണ്. ഹല്ലേലൂയ. ഈ കവർന്നഹൂമിന്റെ ഒരു അർത്ഥം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആശ്വാസത്തിന്റെ ഒരു ഗ്രാമമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഈ ആശ്വാസ ഗ്രാമത്തിൽ ഹല്ലേലൂയ ഗ്രാമത്തിലെ ഒരു ഭവനത്തിൽ നിന്നുകൊണ്ട് കർത്താവ് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക. സ്തോത്രം. അങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം അവിടെ ഒരു ഹല്ലേലൂയ സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നത് 4 ആൾ ചേർന്നുകൊണ്ട് ഒരു പക്ഷപാതക്കാരനെ കിടക്കയോടെ
ചുമന്നുകൊണ്ട് വരികയാണ്. സ്തോത്രം. പ്രിയ ദൈവങ്ങളെ, ഈ ഗ്രാമത്തിലെ ഭവനത്തിൽ കർത്താവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്തോത്രം, വാതിൽക്ക പോലും ഇടമില്ലാതെ വണ്ണം ചുറ്റും പുരുഷാരം കടന്നുകൂടിയിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ പുരുഷാരം നിൽക്കുമ്പോൾ ഈ കർത്താവിന്റെ അടുത്തേക്ക് ഈ പക്ഷപാതക്കാരനെ കൊണ്ടുവരുവാൻ യാതൊരു ചാൻസുമില്ല. മാനുഷിക ചിന്തയാൽ അവരാലോചിച്ചിട്ട് യാതൊരു ഒരു പിടുത്തവുമില്ല. യേശുവിന്റെ മുമ്പിലേക്ക് എനിക്ക് വരണം. പോയിന്റ് ശ്രദ്ധിക്കണം. കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം സ്തോത്രം ഹല്ലേലൂയ പുരുഷാരം തിങ്ങിക്കൂടി നിൽക്കുകയാണ്. യേശുവിന്റെ വചനം പ്രസംഗിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ വചനം കേൾക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ ഈ 4 പേർ ഹല്ലേലൂയ നിന്ന് സ്തോത്രം ഹല്ലേലൂയ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹമാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ കവർന്നുഭൂമി അവർക്കറിയാം, ഈ ഗ്രാമത്തിലെ ഈ ഭവനവും അവർക്കറിയാം. ഈ ഭവനത്തിന്റെ പുറത്ത് അവർ വന്നിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ യേശുവിന്റെ അടുത്തേക്ക് ഞാൻ എങ്ങനെ കടന്നു വരും? ദൈവങ്ങളെ, വളരെ ആകാംക്ഷയും വളരെ ഉത്സാഹവും വളരെ ആഗ്രഹവും ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ കടന്നുകൂടിയിരിക്കുകയാണ്. യേശുവിനെ കാണണം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മുമ്പിലേക്ക് അടിയങ്ങൾക്കൊന്ന് കടന്നു വരണം. ഹല്ലേലൂയ. അവിശ്വാസം ഞങ്ങൾക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവങ്ങളെ, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ഒരുപക്ഷെ നേരിട്ട് യേശുവിന്റെ അടുത്തേക്ക് എത്തുവാൻ ചാൻസ് ഇല്ല. ഞാൻ എങ്ങനെ കടന്നു വരും? പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല നിരാശകൾ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മുമ്പോട്ട് എങ്ങനെ കടന്നു ചെല്ലും? എനിക്ക് യേശുവിനോട്, എന്റെ കർത്താവിന്റെ അടുത്തേക്ക് എനിക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് ഹല്ലേലൂയ ചുറ്റും തടസ്സങ്ങളാണ്. എനിക്ക് എങ്ങനെ യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയും? യേശുവിന്റെ സന്നിധി എങ്ങനെ ഇരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും മാനുഷിക ചിന്ത, ഹല്ലേലൂയ സ്തോത്രം, ചുറ്റും നിൽക്കുന്നവർ ഒരു തടസ്സമായി നിൽക്കുന്നു. ചുറ്റും നിൽക്കുന്നവര് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് പിറുപിറുക്കുന്നുണ്ട്, അവനെ അമർച്ച ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് എന്റെ യേശുവിനെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, എനിക്ക് എന്റെ യേശുവിനോട് ഹല്ലേലൂയ തിരുസന്നിധിയിൽ യേശുവിന്റെ അടുത്ത് വന്ന് കർത്താവിനോട് എന്റെ അപേക്ഷ കഴിക്കണം. ആഗ്രഹത്തോടെ വരുന്നവരെ പിതാവ് ഒരിക്കലും തള്ളിക്കളയും. ഒരുപക്ഷെ ഞാൻ എന്റെ സങ്കല്പത്തിൽ പറയാം, ഞാൻ കാണുന്നതിന് മുമ്പേ എന്നെ കണ്ട ഒരു പിതാവുണ്ട്. ആ 4 പേർ ചേർന്നുകൊണ്ട് ഈ പക്ഷപാതക്കാരനെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവർ കാണുന്നതിന് മുമ്പേ യേശു അവരെ കണ്ടെന്നുള്ളതാണ്. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം തമ്പുരാൻ കണ്ടു. ഹല്ലേലൂയ. ദൈവം അവർക്ക് വേണ്ടി ഒരു വഴി കാണിച്ചു കൊടുത്ത വഴിയാണ് ഹല്ലേലൂയ ആ ഭവനത്തിന്റെ മേൽക്കൂര, ആ ഓട് മാറ്റിയിട്ട് ഹല്ലേലൂയ താഴേക്ക് സ്തോത്രം ഹല്ലേലൂയ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. നമ്മൾ മാനുഷികമായ ചിന്ത കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഒരിക്കലും ഒരു ഭവനത്തിന്റെ മേൽക്കൂര പൊളിക്കുവാൻ ഹല്ലേലൂയ സാധിക്കുകയും സ്തോത്രം. അഥവാ നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ തന്നെ ഹല്ലേലൂയ അതിനുടയവൻ നമ്മളെ എന്ത് ചെയ്യും? ഫയർ ചെയ്യും, പറ്റുകയില്ല. എന്നാൽ സ്തോത്രം യേശു അവിടെ ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധികളെ മറികടക്കുവാൻ കഴിയും. അതാണ് യേശുവിന്റെ കരമെന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ആ യേശുവിന്റെ സ്നേഹമാണ്. ആ യേശുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോവുകയാണ്. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളെ പോലെ ഒന്നുമല്ല. എനിക്ക് എന്റെ യേശുവിനെ ഒന്ന് സ്നേഹിക്കണം, എന്റെ കർത്താവിന്റെ അടുത്തേക്ക് ഒന്ന് വരണം. ഹല്ലേലൂയ. എന്റെ ഏത് പ്രതിസന്ധി ആയാലും എനിക്ക് എന്റെ യേശുവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ മുന്നോട്ടൊന്ന് കടന്നു വന്നാൽ ഒരു പടിയും കൂടി ഞാൻ ഇപ്രകാരം പറയുന്നത്, ഒരു സ്റ്റെപ്പ് കൂടി ഹല്ലേലൂയ യേശുവിന്റെ അടുത്തേക്ക് എനിക്കൊന്ന് വരണം. എന്റെ കർത്താവിനെ ഒന്ന് സ്നേഹിക്കണം, ഒന്ന് വന്ന് നോക്കിക്കേ. തീർച്ചയായും ഹല്ലേലൂയ ഞാൻ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ എനിക്ക് ആ യേശുവിന്റെ കർത്താവിന്റെ സ്നേഹം അറിയണം. ഹല്ലേലൂയ ഈ ദിവസങ്ങൾ
അങ്ങനെയുള്ള ഹല്ലേലൂയ ദൈവ പൈതൽ ഹല്ലേലൂയ അത് സ്തോത്രം ഹല്ലേലൂയ ആരായിക്കൊള്ളട്ടെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ദൈവം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി അവർ കാണുവാൻ കഴിയും. ഹല്ലേലൂയ അത് നമ്മൾ അനുഭവിക്കുന്ന ആ സ്നേഹം ഹല്ലേലൂയ നമ്മുടെ ഭവനം, നമ്മുടെ അയൽക്കാർ സ്തോത്രം ഹല്ലേലൂയ മാത്രമല്ല നമ്മുടെ പട്ടണങ്ങൾ അത് അറിയുവാൻ പോകും, സന്തോഷിക്കുവാൻ ഈ ദിവസങ്ങളിൽ ആ യേശുവിന്റെ സ്നേഹത്തിന്റെ ഹല്ലേലൂയ ആ സ്നേഹത്തെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഒന്ന് പിടിക്കാമോ? നമ്മൾ മക്കളും അവകാശികളുമാണ്. നമുക്കത് പറയണം, കർത്താവേ എന്നെ സ്നേഹിക്കണം. ആ സ്നേഹത്തിലേക്ക് ഞാൻ ഒന്ന് കടന്നു വരികയും പ്രിയ ദൈവങ്ങളെ ഈ ഹല്ലേലൂയ സ്തോത്രം 4 പേർ ചേർന്നുകൊണ്ട് ഈ പക്ഷപാതക്കാരനെ ഹല്ലേലൂയ കിടക്കിയോടെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ കർത്താവ് ചോദിച്ചൊരു കാര്യമുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു? നമ്മൾ കർത്താവദാസന് ഇവിടെ നമ്മളിപ്പോ പറയുണ്ടായി ഈ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ഇപ്പോൾ അനേക വിടുതൽ ശുശ്രൂഷകളൊക്കെ നടക്കുന്നു. ഭൗതികമായ വിടുതലുകൾ അനേക ഇടങ്ങളിൽ സ്തോത്രം അത് പല പേരുകൾ അറിയപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം പ്രിയദൈവങ്ങളെ ഹല്ലേലൂയ. എന്നാൽ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഭൗതികമായ ഒരു ഉറവിടം തേടിയല്ല നമ്മുടെ കർത്താവിനെ കാണുന്നത്. ഈ ദിവസങ്ങളിൽ കർത്താവെ എനിക്ക് ആത്മീയമായ ഒരു നൽവരം കർത്താവ് ഹല്ലേലൂയ ഒരു ആ സ്നേഹം കർത്താവ് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ കർത്താവിനെ ആരാധിപ്പാൻ കൂടുതൽ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ ആത്മീയമായ ഒരു കാഴ്ചപ്പാട് കർത്താവെ ഒരു അനുഗ്രഹം കർത്താവ് എനിക്ക് തരണം. എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നത് മറ്റു വ്യക്തികളോട് പോയി പറയുവാൻ കർത്താവിനെ സഹായിക്കണം. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അങ്ങനെ നമ്മളൊന്ന് പോയാൽ തീർച്ചയായും നമ്മുടെ നമുക്ക് ഏതെല്ലാം വിഷയങ്ങൾ നമ്മുടെ ജീവിതം കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കർത്താവിന് സമർപ്പിച്ചിട്ടുണ്ട് ആ വിഷയങ്ങളിലൊക്കെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ അത് ഭൗതിക നന്മയായിട്ടല്ല പറയാം, ഭൗതിക നന്മയൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ദൈവികമായ ഒരു ബന്ധം ഈ ദിവസം ഞാൻ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം പറയുന്നു, എന്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. അതുകൊണ്ട് ഞാൻ എന്റെ കർത്താവിനെ പ്രവൃത്തികളെ വർണ്ണിക്കുന്നു. പ്രിയ ദൈവങ്ങളെ അങ്ങനെ ഒരു സ്നേഹം എന്റെ കർത്താവിനോട് എന്റെ യേശുവിനെ ഒന്ന് സ്നേഹിപ്പാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ തയ്യാറായാൽ തീർച്ചയായും ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ മക്കളാണ്, കർത്താവിനെ അറിയാം, ശരിക്കറിയാം. പ്രിയ ദൈവങ്ങളെ ഇവിടെ കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു? അവൻ സൗഖ്യമുള്ളവനായാണ് നമുക്ക് അവനെ അറിയാം കടന്നുപോയത്. സ്തോത്രം അവൻ വന്ന വഴിയല്ല അവൻ പോയത്. പോയത് എങ്ങനെയാണെന്ന് അറിയാമോ? വിശാലം കർത്താവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ആ വഴിയാണ്. പ്രിയ ദൈവങ്ങളെ ദിവസങ്ങൾ ദൈവം നമുക്ക് വേണ്ടി വഴി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ നമ്മൾ എങ്ങനെയുള്ളവരാകണമെന്ന് കർത്താവിന് നല്ലപോലെ അറിയാം. ഈ ദിവസങ്ങൾ ആ വഴികളിൽ കൂടി നമ്മൾ നടന്നു കഴിഞ്ഞാൽ കർത്താവിൽ അനുസരിച്ചു നമ്മളിവിടെ കേട്ടതുപോലെ ഒരു അനുസരണം. ഹല്ലേലൂയ കർത്താവിന്റെ പ്രമാണങ്ങളൊക്കെ ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്നേഹിക്കുവാൻ അനുസരിക്കുവാൻ നമ്മൾ ദിവസങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും ദൈവം നമ്മളെ സഹായിക്കും. ദൈവങ്ങളെ നമുക്കറിയാം, ശൂന്യകാലത്തിൽ ഹല്ലേലൂയ ശലോമോൻ ഹല്ലേലൂയ സ്തോത്രം അവളിൽ നിന്നുള്ള സ്നേഹം പിടിച്ചു പറ്റാൻ ആവുന്നത് അവന് പരിശ്രമിച്ചു. അനേകം അവന്റെ ജ്ഞാനത്തിലും സമ്പത്തിലും ഒക്കെ പാട്ട് പാടി കേൾപ്പിച്ച് അവന്റെ കൊട്ടാരങ്ങളെ ഒക്കെ കാണിച്ചു, പ്രൗഢിയുള്ള ആ കൊട്ടാരവും സമ്പത്തുകളും ഒക്കെ കാണിപ്പിച്ചിട്ടും ഹല്ലേലൂയ ശൂന്യകാലത്തിൽ ഒന്നും പറയുവാനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം നിന്റെ ഈ സ്നേഹത്തിലൊന്നും ഞാൻ ഹല്ലേലൂയ സ്തോത്രം എനിക്ക് നിന്നോട് സ്നേഹം കാണിക്കുവാൻ കഴിയില്ല. എനിക്കൊന്നുണ്ട്. ഹല്ലേലൂയ ഒരിക്കൽ ഞാൻ ഹല്ലേലൂയ സ്തോത്രം ആടുകളുമായി പോയപ്പോൾ ഒരു ബാലസിംഹം വന്ന് എന്റെ ആടിനെ കടന്നു പിടിച്ചു. ഹല്ലേലൂയ ആ കടന്നു പിടിച്ച സ്ഥാനത്ത് ഹല്ലേലൂയ ഞാൻ അലറിക്കരഞ്ഞപ്പോൾ ഹല്ലേലൂയ എവിടെ നിന്നോ ഒരു ഇടയച്ചെറുക്കൻ വന്ന് ഹല്ലേലൂയ ഈ ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു. ഹല്ലേലൂയ അവിടെ പറയുന്നത് അവിടെ ഇപ്രകാരമാണ്, അവനാണ് എന്റെ പ്രാണപ്രിയൻ. ഹല്ലേലൂയ സ്തോത്രം എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ ഞാൻ അവന് വേണ്ടി മാത്രമാണ് നമ്മൾ പറയുകയാണ്. പക്ഷെ പ്രിയ ദൈവം ഞാൻ പറഞ്ഞതിന് കാരണം ആ പ്രാണപ്രിയനാണ് നമ്മുടെ കർത്താവ്. ക്രൂശിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം രക്തം നമുക്ക് വേണ്ടി തന്നു. നമ്മുടെ ജീവൻ നമ്മുടെ നാശത്തിൽ നമ്മളെ വീണ്ടെടുത്ത ഹല്ലേലൂയ കരുണയമണിയിച്ച ഒരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ അവനെ ഈ ദിവസങ്ങളിൽ നമ്മുടെ സ്നേഹം കർത്താവിന് വേണ്ടി കൊടുക്കുമോ? ഈ ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ സഹായിക്കും. അവൻ നമ്മളെ തള്ളിക്കളയുന്ന കർത്താവല്ല. ഹല്ലേലൂയ അല്പനേരത്തേക്ക് ഞാൻ നിന്റെ മുഖം മറച്ചെങ്കിലും നിത്യ കരുണയോടെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു.
ആ അരുമനാഥന്റെ വാക്കുകൾ, വചനത്തെ ഈ ദിവസങ്ങൾ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ദിവസങ്ങളിൽ ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഞങ്ങളും നിങ്ങളെ ഓർത്ത് ഇവിടെ ആയിരിക്കുന്ന കർത്താവിൻ ദാസി കുടുംബത്തെ ഓർത്തുകൊണ്ട് ഇവിടെ കടന്നു വരുന്ന എല്ലാ ദൈവമക്കളെയും ഹല്ലേലൂയ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് എനിക്കൊരു നല്ല സന്തോഷമുള്ളത് ഇത്രയും പേര് ക്ലാസ്സിനായിട്ട് കടന്നു വരുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അവർ ഈ ദിവസങ്ങളിൽ കടന്നു വരുന്നവരുടെ ജീവിതത്തിലൊക്കെ ഒരു വലിയ സന്തോഷവും സമാധാനവും മാത്രമല്ല ഒരു വലിയ വിടുതലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുമെന്നുള്ളത് ഹല്ലേലൂയ 100% ഉറപ്പാണ്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഈ ബെഞ്ചിൽ നമ്മളിപ്പോൾ ചുരുക്കമായിരിക്കുമെങ്കിലും വരും ദിനങ്ങളിൽ അനേക വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കൊണ്ടുവന്നു നമ്മുടെ അടുത്തുള്ളവരോടൊക്കെ പറഞ്ഞ് ഈ ദിവസങ്ങളിൽ അനേക പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ കർത്താവിന്റെ വചനം കേൾക്കുവാൻ ഹല്ലേലൂയ ഒരു മനസ്സ് കാണിച്ച് അവർ യേശുവിനെ സ്വീകരിപ്പാനായി ഈ ദിവസങ്ങൾ തയ്യാറാകും എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അതിനായി കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം എനിക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ വൈഫ് ഞാനുള്ളതാണ് ഇന്ന് പകൽക്കാലം കടന്നു വന്നത്. എനിക്ക് 2 കുഞ്ഞുങ്ങളെ കൂടെ കർത്താവ് വന്നിട്ടുണ്ട്. മോനും മോളും രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് ഓർക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇരിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കും. താങ്ക് യു.